فاتي ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് മുന്നോട്ട് വരാം. ഒന്നാമത്തെ സഫ്, രണ്ടാമത്തെ സഫ്, മൂന്നാമത്തെ സഫ്, അങ്ങനെ കസേരകളിൽ ഇരിക്കുന്ന ആൾക്കാർ ആദ്യം വന്നാൽ കസേര മുന്നിൽ സൈഡിൽ വെക്കാം. അവരുടെ സൊഫിൻ്റെ കൂലി, ഒന്നാമത്തെ സൊഫിൻ്റെ കൂലി നഷ്ടപ്പെടുത്തേണ്ടതില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ ഏറെ സന്തോഷകരമായ വാർത്തകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസ അതിലൊന്ന് മാത്രമാണ്. എങ്ങനെയായാലും സത്യവിശ്വാസിക്ക് ഗുണം മാത്രമേ ഉള്ളൂ. തല്ല് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കാൻ സന്ദർഭം കിട്ടിയാലും എല്ലാവിധ ദുഃഖങ്ങൾക്കപ്പുറം ഷഹീദാണ്. അപകടം പറ്റുമ്പോൾ എത്ര തന്നെ വേദനയും ചെലവും ജോലി മുടക്കവും എല്ലാം ഉണ്ടായാലും കൂലി പരലോകത്തുണ്ട്. ആ ഒരു സന്തോഷം കൈവിടരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. ആലിമുൽ ഗൈബി വശഹാദ 10 തവണ അള്ളാഹു അരുളി. അള്ളാഹു ഗൈബും ഷഹാദയും, തെളിഞ്ഞതും മറഞ്ഞതും ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവൻ. അങ്ങനെ അവൻ മാത്രമേ ഉള്ളൂ, വേറാർക്കും അറിയില്ല. നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഗൈബിയായ ലോകത്തുള്ള എല്ലാത്തിനെയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണുള്ളത്? ഇപ്പം എന്താ നമ്മളെ മനസ്സിലുള്ളത്? അത് അള്ളാഹുവിനും പിന്നെ നമുക്കും മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. നമുക്ക് 2 തരം ജീവിതമുണ്ട്. ഒന്ന് സ്വകാര്യ ജീവിതം, ഒന്ന് പൊതുജീവിതം. മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നതും പറയുന്നതും ആയ കാര്യങ്ങൾ. അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ അള്ളാഹുവിനും അവനവനും മാത്രം അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അയാളെങ്ങനുണ്ട്, അവളെങ്ങനുണ്ട്, ഒന്നിനും കൊള്ളൂല, എന്താ ഇപ്പോൾ പുതുതായിട്ട് പള്ളിയിൽ വരുന്നുണ്ടല്ലോ, മസ്ജിദിൽ വരുന്നുണ്ടല്ലോ, എന്താ പരിപാടി, കമ്മിറ്റിയിൽ കൂടാനാണോ? ഇങ്ങനെയൊക്കെയുള്ള നമുക്കറിയാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ കാണാം. അങ്ങനെയാണോ വേണ്ടത്? അല്ല. നല്ല കാര്യം ചെയ്യുന്ന കണ്ടം നല്ലതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നല്ലത്. അതാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ബുഖാരിയിലെ 67-ാമത്തെ ഹദീസ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും, നിങ്ങളുടെ ജീവൻ, സമ്പത്ത്, അഭിമാനം, ഹറാമുൻ അലൈക്കും, പരസ്പരം പവിത്രമാണ്, നിഷിദ്ധമാണ്, തൊടാൻ പാടില്ല. മുതലെടുക്കരുത്, ചോര ചിന്തരുത്, അഭിമാനം പിച്ച് ചിന്തരുത്. അത് വ്യക്തമായി പറഞ്ഞു.
കൈ ഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൻ്റെ പരിശുദ്ധി പോലെ, ഫി ബലദിക്കും ഹാദാ, ഈ ഹറമിൻ്റെ പരിശുദ്ധി പോലെ, ഫി ഷഹരിക്കും ഹാദാ, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രത പോലെ. 3 തരം സാഹചര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലരുത്, ഒളിഞ്ഞു നോക്കരുത്. ഒരാൾ മൊബൈലിൽ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, അറിയാതെ നോക്കിപ്പോകും, വേഗം കണ്ണ് താഴ്ത്തിക്കൊള്ളി. കത്ത് വായിക്കുകയാണെങ്കിൽ നമ്മളെന്താ നോക്കേണ്ടതില്ല. രണ്ടാൾ സ്വകാര്യം പറയുമ്പോൾ ആ ആളെന്താ പറയുന്നത്, മൊബൈലിൽ എന്താ സംസാരിക്കുന്നത്, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, CID ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിലെ എല്ലാവരെയും ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അന്യരുടേത് നമ്മൾ അങ്ങോട്ട് നോക്കരുത്. വാതിൽക്ക് ചെന്ന് മുട്ടുമ്പോൾ തുറന്നാൽ പെട്ടെന്ന് കാണുന്ന രീതിയിലല്ല, മാറി നിൽക്കണം. വാതിൽ 2 പാളിയുണ്ടെങ്കിൽ ആ പാളിയുടെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണും, നോക്കരുത്. സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും രാത്രി നിങ്ങൾ പെട്ടെന്ന് വാതിൽക്കൽ മുട്ടി പറയാതെ ചെല്ലരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഭർത്താവ് എൻ്റെ വൃത്തികേടുകൾ കാണരുത്, അറിയരുത് എന്ന് വിചാരിക്കുന്ന നല്ലവളായ ഭാര്യയ്ക്ക് കുളിക്കാനും ഷേവ് ചെയ്യാനും അവൻ മാത്രം കാണുന്ന രീതിയിൽ സുറുമയിടാനും പൗഡറിടാനും അവന് മാത്രം അനുഭവിക്കാവുന്ന സുഗന്ധം പൂശാനും ഒക്കെ അവസരം കൊടുക്കണം. മാഷാ അല്ലാഹ്, എത്രമാത്രം വലിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ സ്വന്തം ഐഡിയ ഒന്നും അല്ല കേട്ടോ, അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ടാണ് നമ്മളിൽ ചിലർ സർപ്രൈസ് എന്ന നിലക്ക് ഗൾഫിൽ നിന്ന് പറയാതെ വരുന്നത്, വേറെ എവിടുന്നെങ്കിലും പറയാതെ വരുന്നത്. ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, വീട്ടിൽ പറയില്ല. സർപ്രൈസ് വിസിറ്റ് അതൊക്കെ CID മാർക്കുള്ളതാണ്. CID മാർ പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ റെയ്ഡൊക്കെ നടത്തണമെങ്കിൽ. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അങ്ങനെയുള്ള സന്തോഷങ്ങളല്ല, ചിലപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ട്, സന്തോഷം കൊണ്ട് ഞെട്ടിയിട്ട് വീണു പോകാനും തല മിന്നാനും മരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പറഞ്ഞ് ഉഷാറാക്കി സ്വീകരണം വാങ്ങി ചെയ്യുക. അപ്പോൾ അത്രയും പറഞ്ഞ ഇസ്ലാം മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്രമാത്രം പറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തബറാനിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയുമുണ്ട്, അൽ മുഅ്മിനു ഹറാമുൻ അലൽ മുഅ്മിൻ, മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഹറാമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ലാഹു അക്ബർ. കഹുർമത്തി ഹാദൽ യൗം, ഈ ദിവസത്തിൻ്റെ പരിശുദ്ധി പോലെ. ലഹ്മുഹു അലൈഹി ഹറാം, അവൻ്റെ പച്ചയിറച്ചി ഹറാമാണ്. എന്തൊക്കെയാ? അല്ലാഹു അക്ബർ. അയ്യൗക്കുലഹു, അത് തിന്നുന്നത്, പച്ചയിറച്ചി തിന്നുക എന്ന് പറഞ്ഞാൽ അവയെ മനസ്സിലാവുമല്ലോ. എന്നിട്ട് പറഞ്ഞു ഔ യഗ്താബുഹു, അവനെ ഗീബത്ത് പറയാം. അല്ലാഹു അക്ബർ, പറയരുത്. പരദൂഷണം, മറ്റൊരാളുടെ കുറ്റം. എപ്പോൾ? ബിൽ ഗൈബി, അവനില്ലാത്ത നേരത്ത്, അവളില്ലാത്ത നേരത്ത്. ഒരാളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ആൾ വന്നാൽ നമ്മൾ പറയും അസ്സലാമു അലൈക്കും, കുറേ കാലമായല്ലോ കണ്ടിട്ട് എന്ന്. ഈ ജാതി കാപ്പട്ടിയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പറയരുത്. വഇർദുഹു അലൈഹി ഹറാം, അവൻ്റെ അഭിമാനം നിഷിദ്ധമാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനാ യുഹ്രിഖഹു, അത് പിച്ചി ചീന്താൻ. വവജ്ഹുഹു അലൈഹി ഹറാം, അവളുടെ മുഖം ഹറാമാണ്. അയൽത്തിമഹു, മുഖത്തടിക്കാൻ, മുഖത്തടിക്കരുത്. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ നിർദ്ദേശങ്ങളാണ്. സൂറത്തുൻ നൂർ നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ വായിക്കാൻ തുടങ്ങുമ്പോൾ വല്ലാത്ത ബേജാറും വിഷമവും അത്ഭുതവുമാണ്. സൂറത്തുൻ നൂറിലെ 4-ാമത്തെ ആയത്ത് മുതൽ 26-ാമത്തെ ആയത്ത് വരെ അതിലെ ഓരോ ഭാഗവും വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു അക്ബർ. വ്യഭിചാരിയുടെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. വലദിന യർമൂനൽ മുഹ്സനാത്ത്, ചാരിത്ര്യവതികളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരം ആരോപിക്കുക. അവളെ നടപ്പറിയില്ലേ, എങ്ങനെയാണെന്നറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവനെക്കുറിച്ചായാലും അവളെക്കുറിച്ചായാലും അരുത്. നമുക്കതിൻ്റെ ആവശ്യമില്ല, തെറ്റാണ്.
വ്യഭിചരിച്ച വിവാഹിതർക്ക് 100 അടിയാണ്. ഒരാൾ വ്യഭിചരിച്ചു എന്ന് 10,000 ആൾ പറഞ്ഞാൽ 10,000 ആൾക്കും ശിക്ഷയാണ് 80 അടി. എങ്ങനെയാണെങ്കിൽ അത് ആരാന്ന് ശരിക്കറിയില്ലെങ്കിൽ. കുറേ ആൾക്കാർ പറഞ്ഞു ഇന്ന ആളാണ്, അതിൽ 2-3 ആൾക്കാർ പറഞ്ഞ ആ ആളെല്ലാം പ്രശ്നങ്ങളാണ്. 4 ആൾ കണ്ടു വ്യഭിചാരം, 4 ആളോടും ചോദിച്ചു കോടതി ആരാ, ഇന്ന ആളാണ്. ഒരാൾ പറഞ്ഞു ചെറിയ സംശയമുണ്ടെന്ന്. അപ്പം 4 ആൾക്കും അടിയാണ്. എത്ര? 80. വ്യഭിചരിച്ചു എന്ന് പറയപ്പെട്ട ആൾക്ക് 100 അടി. അത്രയും ഗൗരവമാണ്. തുടരുത്. എന്നിട്ട് അള്ളാഹു അരുളുകയാണ്, വല്ലദിനെ യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യയെക്കുറിച്ച് വ്യഭിചാരം ആരോപിക്കുകയാണ്. 6-ാമത്തെ ആയത്ത്. പിന്നെ നിവൃത്തിയൊന്നുമില്ല, ആൾ കാണാനും കാത്തുക്കാൻ കഴിയില്ലല്ലോ, സ്വന്തം വീട്ടിൽ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യണം? സ്വയം സാക്ഷി പറയാണ്. അതാണ് ശാപപ്രാർത്ഥന, അനുവദിക്കപ്പെട്ട ശാപപ്രാർത്ഥന. വേറെ ശപിക്ക്, നഷ്ടപ്പെട്ടു പോട്ടെ, ദുഷിച്ചു പോട്ടെ, മരിച്ചു പോട്ടെ എന്ന് ആരെക്കുറിച്ചും പറയരുത്. ഈ ഒരു സന്ദർഭത്തിൽ മാത്രം 4 പ്രാവശ്യം പറഞ്ഞ സാക്ഷി പറഞ്ഞിട്ട് 5-ാമത്തേത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അവൾക്ക് അതിൻ്റെ ശാപമുണ്ടാകട്ടെ. നമുക്ക് വേറെ ഒരാളെക്കുറിച്ചും ശപിക്കാൻ നമുക്ക് അവകാശമല്ല. നമ്മളെ ശാപം തട്ടൊന്നുമില്ല, ശപിക്കാൻ അവകാശമില്ല. അല്ലാഹു അക്ബർ. അപവാദ സംഭവം. നല്ലവരായ ആൾക്കാർ, ലോകത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധസൈന്യത്തിൻ്റെ കൂടെ പോയതാണ്. മടങ്ങി വരുമ്പോൾ മാല കാണാനില്ലാതെയായി. ബീവിമാരടുത്താണ് മാല കാണാതായാൽ നമ്മൾ പലരും പോകാറുള്ളത്. അവർക്ക് മറഞ്ഞ കാര്യം അറിയും. ഔലിയ, തങ്ങൾ, ബീവി, മഹർഷി, മുനി, പാതിരി, ബിഷപ്പ്, മാർപ്പാപ്പ, അവർക്കൊക്കെ അറിയുന്ന വിചാരിക്കണം ചിലർ. മഹദിമാരുടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ സ്വന്തം മാലയാണ് കാണാതായത്. കാണാതായത് അറിഞ്ഞില്ല. പോരാൻ നോക്കുമ്പോൾ തപ്പി നോക്കിയപ്പോൾ കണ്ടില്ല. അവരിങ്ങനെ തെരഞ്ഞു നടന്നു. കഥ നിങ്ങൾക്കറിയാം. ബാക്കിയുള്ളവരൊക്കെ പോന്നു. ലോകത്തിൻ്റെ രാജാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞില്ല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന്. താജുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. യുദ്ധത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന്. ആ കുറ്റിക്കാട്ടിൽ അവരൊറ്റക്കായി. യാത്രയിൽ വീണുപോയ വസ്തുക്കൾ വല്ലതുണ്ടോ നോക്കാൻ വേണ്ടി ഒരാളെ ഈ സൈന്യത്തിൻ്റെ പിറകിൽ നിശ്ചയിക്കും. അതാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ എത്തിയപ്പോൾ ഒരു മൂടുപടം ആകെ മൂടിയിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഒട്ടകത്തിൻ്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു. അവർ ഒട്ടകപ്പുറത്ത് കയറി ആ കയറും പിടിച്ച് സഫ്വാൻ ഒന്നും മിണ്ടാതെ, അവർ 2 പേരും ഒന്നും സംസാരിക്കാതെ ഒറ്റക്ക് മദീനത്തേക്ക് നടന്നു വരികയാണ്. അത് കണ്ട കപടവിശ്വാസികളാണ് പറഞ്ഞു പരത്തിയത്. ആ സംഭവമാണ് ഹദീസുൽ ഇഫ്ക്. നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളെക്കുറിച്ചാണ്, എന്തൊക്കെയാണ് അപവാദം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറയുന്നത്. ഉള്ളത് തന്നെ ആളില്ലെത്തപ്പോൾ ആൾ ഇഷ്ടപ്പെടാത്തത് പറയാൻ നമുക്ക് പാടില്ല. എത്രമാത്രം സുരക്ഷിതമാണ് ഇസ്ലാം, നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനം എത്രമാത്രം പവിത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു അക്ബർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ് 12-ാമത്തെ ആയത്ത് 100-ൽ, ലൗലാ ഇത് സമയത്തുമോഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ഫി അൻഫുസിഹിം ഖൈറ. എന്തുകൊണ്ട് വിശ്വാസികൾ നല്ലത് വിചാരിച്ചില്ല? നല്ലത് വിചാരിക്കാഞ്ഞത് എന്തേ? അങ്ങനെയൊക്കെ ഉണ്ടാകാം, ചെറുപ്പക്കാരല്ലേ, കുറേ ഭാര്യമാരുള്ളതല്ലേ എന്നൊക്കെ പല ചിന്തകളും. നല്ലത് ചിന്തിക്കാത്ത എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു അല്ലാഹു. 1-ാമത്തെ സ്റ്റെപ്പ്. എന്നിട്ടോ വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ, ഇത് വ്യക്തമായ അപവാദമാണ്, ഇല്ലാത്തതാണ്, കെട്ടുകഥയാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? 2. 3 ലൗലാ ജാഉ അലൈഹി ബി 4 ശുഹദാ, 4 സാക്ഷികളെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? 4 ഇത് തലഖൗനഹു ബി അൽസിനതിക്കും,
നിങ്ങളങ്ങനെ നാവിന്മേൽ നിന്ന് നാവിന്മേലേക്ക് അതങ്ങനെ പരത്തിവിട്ടു. 5 വതഖൂലൂന ബിഅഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ. നിങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ നാവുകൾ കൊണ്ട് തൊള്ളകൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞത്. വതഹ്സബൂനഹു ഹയ്യിന. 7 അത് നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതിയല്ലേ. 8 വഹുവ ഇൻദല്ലാഹി അലീം. അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതാണ്. 9 വലൗല ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. ഇങ്ങനെ നമുക്ക് പറയാൻ അവകാശമില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ആൾക്കാരോട്? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, ഇത് വ്യക്തമായ അപവാദമാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅ അൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അസാബുൻ അലീം ഫിദ്ദുനിയ വൽ ആഖിറ. തിന്മ പ്രചരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന തെറ്റായ കാര്യങ്ങൾ അങ്ങനെ, അനാവശ്യമായ കാര്യങ്ങൾ അങ്ങനെ പ്രചരിക്കുന്ന അവസ്ഥയിൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും കഠിനമായ ശിക്ഷയുണ്ട്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ് 21-ാമത്തെ ആയത്ത്, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ചെകുത്താൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തുൻ നൂർ ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്കിടയിലുള്ള വാട്സാപ്പുകളിലൂടെയുള്ള വേദികളിൽ നിന്നുള്ള പേജുകളിൽ നിന്നുള്ള ഒരുപാട് വാക്കുകൾ ഒഴിവായി കിട്ടും. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. നമുക്ക് മിണ്ടാൻ പേടിയാകണം. മറ്റുള്ളവരുടെ ദോഷങ്ങൾ, ആദർശങ്ങൾ പറയണം. ആദർശം ശരിക്ക് പറയണം. ഒരാളുടെ വ്യക്തിപരമായ കാര്യം, കുറേ ആൾക്കാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതും പറയാൻ അവകാശം നമുക്കില്ല. അതാണ് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പൊള്ളുന്ന വാക്കുകളാണ്. അതുകൊണ്ട് രഹസ്യങ്ങളുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ കയറാൻ വേണ്ടി ശ്രമിക്കരുത്. അതിൽ രസമുണ്ടാകുന്നത് അതിനേക്കാൾ വലിയ കുറ്റം, അതിൽ ഹരമുണ്ടാകുന്നത്. അങ്ങനെ ആരുടെയും വാതിൽ ചവിട്ടിപ്പൊളിക്കുമെങ്കിൽ നമ്മുടെ വാതിലും ആരെങ്കിലുമൊക്കെ ചവിട്ടിപ്പൊളിച്ചു എന്ന് വരാം. അള്ളാഹുവെ കാത്ത് രക്ഷിക്കണം. നഊദു ബില്ലാഹ്. അള്ളാഹു സൂറത്തുൻ നൂറിലെ 12-ാമത്തെ ആയത്തിൽ വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ളാ, ഗീബത്ത് പറയരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താ? അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീ മൈത. നിങ്ങളുടെ സ്വന്തം സഹോദരൻ്റെ സഹോദരിയുടെ, മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ സഹോദരിയുടെ മാംസം വെട്ടിയെടുത്ത് നിങ്ങൾ തിന്നുവോ? ഇഷ്ടപ്പെടുവോ? ഫകരിഹ്തുമൂഹു, നിങ്ങളത് വെറുക്കുന്നോ? അതുപോലെയാണ്. എന്താ അത്? ആ മയ്യത്തിനെങ്ങാനും ജീവനുണ്ടെങ്കിൽ സമ്മതിക്കുമോ? ഇല്ല. അതുപോലെ നിങ്ങൾ പറയുന്ന ഗീബത്ത്, നമ്മൾ പറയുന്ന ഗീബത്ത് ആ ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ആൾ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആ ആൾ ഉള്ള പോലെ പെരുമാറണം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വ ഇന്ന അർബ റിബ, പലിശയിൽ വെച്ച് ഏറ്റവും ക്രൂരമായ, ഏറ്റവും കടുത്ത പലിശ എന്താണത്? അൽ ഇസ്തിത്വാലത്തു റജുലി ഫീ ഇർളി അഖീഹി, സ്വന്തം സഹോദരൻ്റെ അഭിമാനം പിച്ച് ചീന്തലാണ്. അള്ളാഹുവെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. പലിശയുടെ ഏറ്റവും അവസാനത്തെ ഇനമാണ്. അബൂദാവൂദിലെ 3597-ാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, വമൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീഹി, ഒരു വിശ്വാസിയെക്കുറിച്ച് അയാളിലില്ലാത്തത് പറഞ്ഞാൽ, ഉണ്ടോ അല്ലേന്ന് നമുക്കറിയില്ലല്ലോ, ഇല്ലാത്തത് പറഞ്ഞാൽ നരകത്തിലെ വെന്തരിയുന്ന മനുഷ്യന്മാരുടെ ചലവും ചോരയും നീരും ഒക്കെയാണ് അവർക്ക് അള്ളാഹു കുടിക്കാൻ കൊടുക്കുക. എത്ര കാലത്തേക്ക്? ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവൻ പറഞ്ഞതിൽ നിന്ന് പിന്മാറുന്നത് വരെ. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ വരുന്നത്. ഹജ്ജിന് പോകാൻ നേരത്തെ ചില ആൾക്കാർക്കൊക്കെ ഓർമ്മയാകുക, ഉംറക്ക് പോകുമ്പോഴാണ് ഓർമ്മയാകുക. ഹജ്ജിന് പോകുന്നത് വരെ പറയാൻ ലൈസൻസ് ഉണ്ടോ? ഇല്ല.
ഓർമ്മയായാൽ അപ്പം തന്നെ പറയരുത്, അഥവാ സംഭവിച്ചു പോയാൽ ഇപ്പം തന്നെ. അതുകൊണ്ട് ഇപ്പം തന്നെ മൊബൈൽ എടുത്തിട്ട് ജുമാ കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞോളി. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ. അപ്പോൾ വളരെ വളരെ ദയനീയമായ കാര്യമാണ് ഇവിടെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. നഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ ആൾക്കാർ അവരങ്ങനെ ജീവിച്ചു പോവുകയാണ്, നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ബാക്കിയുള്ളവർ പറയാം. ഇത് സംഘടനകൾക്കും ബാധകമാണ്. അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. വിഷയം മാത്രം പറഞ്ഞാൽ മതി. ഒരധികാരമോഹമാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്ന് ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി. അള്ളാഹുവേ സ്വീകരിക്കുമാറാകണം. സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്ത്, സഹോദരങ്ങളാണ്, സഹോദരന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ബുഖാരി 6064-ാമത്തെ ഹദീസ്, കുനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകണം. ഒരു വലിയ സംഭവം നിങ്ങൾക്കറിയാം. എന്ത്? നമ്മളോട് വലാ തഖൂലു ലിമൻ നിങ്ങൾക്ക് ഒന്ന് സലാം പറയുന്ന ആളോട് ലസ്ത മുഅ്മിന, നീ മുഅ്മിനല്ലട്ടോ എന്ന് നിങ്ങൾ പറയരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്താ സംഭവം? അബൂദാവൂദിലെ 2643-ാമത്തെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പറഞ്ഞയച്ചു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുപക്ഷത്ത് നിന്ന് കാഫിറായ മുശ്രിക്കായ നമ്മളെ കൊല്ലാൻ വാളെടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഹിബ്ബ് റസൂലില്ലാ, റസൂലിൻ്റെ പ്രിയങ്കരൻ. അദ്ദേഹം ആ മനുഷ്യനെ കൊന്നു. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിൻ്റെ വിവരങ്ങളൊക്കെ ഓരോന്ന് വന്ന് പറഞ്ഞപ്പോൾ ഈ സംഭവം പറഞ്ഞു. അപ്പോൾ എന്താ നീ അവനെ കൊന്നത്? മുഅ്മിനായി അവൻ കലിമ ചൊല്ലിയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ പറഞ്ഞത്, ഇന്നഹു ഖാലഹ മഖാഫത സിലാഹ്, ആയുധം ഭയന്നിട്ടാണ് അയാളത് പറഞ്ഞത്. അപ്പം നബി ചോദിച്ച ചോദ്യം നമ്മളോട് 1000 വട്ടം ചോദിക്കണം. എന്താണത്? അഫലാ ശഖഖ്ത അൻ ഖൽബിഹി, അവൻ്റെ ഹൃദയം കീറി നോക്കിയോ? ഹത്താ തഅലമ അൻ മിൻ അജലി ദാലിക ഖാലഹ അം ലാ, ഈ കാരണത്താലാണ് ആ ആളത് പറഞ്ഞത് അല്ല എന്ന് നിനക്ക് മനസ്സിലാകാൻ വേണ്ടി നീ ഹൃദയം കീറി നോക്കിയോ? ലോകത്തോട് മുഴുവൻ നമ്മൾ പറയണം, ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ. നമ്മളിൽ എത്രയോ ആൾക്കാർ ഒരു പക്ഷേ മറ്റുള്ളവരുടെ ആശയത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ ആദർശത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം വ്യക്തിപരമായിട്ട് ആളുകളെ ആക്ഷേപിക്കുന്ന, അയാൾ ഉദ്ദേശിച്ചതല്ല, അയാൾ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയല്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, യമനെന്ന് കിട്ടിയ സ്വർണ്ണ സമ്പത്ത്, കുറേ പൈസ കിട്ടി, സ്വർണം കിട്ടി. അപ്പം നബി ഇങ്ങനെ ആൾക്കാർക്ക് കൊടുത്തു, അവിടുന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു. ചില ആൾക്കാർക്ക് കിട്ടിയില്ല. കിട്ടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ, വലിയ താടിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, കണ്ട തഖ്വയുള്ള ഒരാളാണ്. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത്തഖില്ലാഹ യാ മുഹമ്മദ്, മുഹമ്മദേ നീ തഖ്വ പാലിക്കണമെന്ന്. അത് കേട്ടിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അയാളുടെ തല വെട്ടട്ടെ. അതിനൊക്കെ ഇസ്ലാമിൽ അനുവാദമുണ്ട്, ഇസ്ലാമിക ഗവൺമെൻറ്റിന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ അറിയോ? ലാ, വേണ്ട, അയാൾ നിസ്കരിക്കുന്ന ആളായിരിക്കും, അയാൾ ഒരുപക്ഷെ നിസ്കരിക്കുന്ന ആളായിരിക്കുമോ? അപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകം മിൻ മുസല്ലിൻ യഖൂലു ബിലിസാനിഹി മാ ലൈസ ഫീ ഖൽബിഹി, ഹൃദയത്തിലില്ലാത്തത് പറയുന്ന എത്രയെത്ര നിസ്കാരക്കാരുണ്ട്, കള്ളം പറയുന്നവർ എത്രയുണ്ട് നബിയെ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉമർ അൻ ഉനഖിബ അൻ ഖുലൂബിൻ നാസ് വലാ അശുഖ ബുതൂനഹും, അവരെ ഹൃദയം പിളർത്തി നോക്കാനോ
വയറ് കീറി നോക്കാനോ എന്നോട് കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബുഖാരി 4351 ഹദീസ്. ഉസാമയോട് ചോദിച്ചതായി വേറെ റിപ്പോർട്ടിൽ കാണുന്നത്, കൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഇദ് ജാഅത് യൗമൽ ഖിയാമ. അല്ലാഹു അക്ബർ. മുസ്ലിമിലെ 97 ഹദീസ്. എന്താണ്? അന്ത്യനാളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുമ്പോൾ നീ ആ ലാ ഇലാഹ ഇല്ലല്ലയും കൊണ്ട് എന്തു ചെയ്യും? ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യമാണ് അദ്ദേഹം അവിടുന്ന് ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. കലിമ ചൊല്ലിയ ഒരാളെ, ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിക്കുന്ന ഒരാളെ നീ മുസ്ലിമല്ല എന്ന് പറയാൻ, അവിടെ മുസ്ലിങ്ങളിൽ അന്ന് ആരും ശിർക്ക് ചെയ്യണവരില്ല. ജാറങ്ങളും ദർഗകളും മഖാമുകളൊന്നും മുസ്ലിങ്ങൾക്കില്ല. ആ പശ്ചാത്തലത്തിൽ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പിന്നെ 1 സെക്കൻഡേ ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ കൊന്നു കളഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട പാഠങ്ങളാണ്. അതിനാൽ നമ്മൾ ശ്രദ്ധിച്ചു മുന്നേറണം, സൂക്ഷിച്ചു മുന്നേറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെഴുതുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കൽ കേസുമായിട്ട് വരും. ഒരുപക്ഷെ നിങ്ങൾ നല്ല നാവ് നീളമുള്ള ആളുണ്ടാവും, സമർത്ഥമായി കാര്യങ്ങൾ പറഞ്ഞ് കള്ളം പറഞ്ഞ് ജയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വകവെച്ചു തരുന്ന ന്യായം തീക്കട്ടയായിരിക്കും, നരകത്തിൻ്റെ കഷ്ണമായിരിക്കാം. അതുകൊണ്ട് എന്താ കാരണം? നഹ്കുമു ബില്ലവാഹിർ, ഞാൻ ബാഹ്യമായതുകൊണ്ടാണ് വിധിക്കുന്നത്. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ, ആ നിങ്ങളെ മനസ്സിലെന്താന്ന് നമ്മക്കറിയാം എന്ന് നിങ്ങൾ പറയണോ? നമ്മൾ പറയണോ? വേണ്ട. റസൂൽ അറിയില്ല. ഇതാ ഒരു മുഅ്മിനിനെ ഖബറടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ പറയേണ്ടത്? ഒരു മുഅ്മിനാണ് ഈ ആൾ എന്ന് ഞാൻ വിചാരിക്കുന്നു, അത്രമാത്രം. മുനാഫിഖ് എന്ന് ഒരാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശഖഖ്ത ഖൽബഹു, ഹൃദയം കീറി നോക്കിയോ? അപ്പോൾ വിഷയം മനസ്സിലായല്ലോ. സൂക്ഷിച്ച് സംസാരിക്കുക, സൂക്ഷിച്ച് വിചാരിക്കുക, നല്ലത് വിചാരിക്കുക. വ്യക്തമായ തെളിവുകൾ കിട്ടിയാൽ അതിൻ്റെ നിയമപ്രകാരം മുന്നോട്ട് പോവുക. എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അത് ശരിയാണോടാ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ആയിഷ ബിവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല, എടി ഞാൻ കേട്ടത് ശരിയാണോ? ചോദിച്ചിട്ടില്ല. എത്രയും ബഹുമാനപ്പെട്ടതാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടാനുള്ള മാർഗം ഇസ്ലാമാണ്. എത്ര തന്നെ നന്മകൾ, സുഹൃതങ്ങൾ, സഹായങ്ങൾ, സേവനങ്ങൾ ഉണ്ടായാലും കലിമ ചൊല്ലിയില്ലെങ്കിൽ, തൗഹീദ് സ്വീകരിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കും. അന്ത്യനാൾ മുതൽ അല്ല, മരണനേരം മുതൽ, ഖബർ മുതൽ, ബർസഖ് മുതൽ നരകം വരെയാണ് യാത്ര. തൗഹീദുള്ള ഒരാൾക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ. തൗഹീദുള്ള ഒരാൾ ഭൂമി നിറയെ പാപം ചെയ്താലും, നരകത്തിൽ കിടക്കേണ്ടി വന്നാലും, അഖ്രിജു മൻ കാന ഫി ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാൻ, അളവെങ്കിലും ഈമാനുള്ള ആളുകളെ രക്ഷപ്പെടുത്തൂ, പുറത്തെടുക്കൂ എന്ന് മലക്കുകൾക്ക് അല്ലാഹു കൽപ്പന നൽകുമ്പോൾ ആ ലിസ്റ്റിൽ
പെടാത്തവരാണ് അമൃതത്വങ്ങളെ കാക്കണേ എന്ന് പറയുന്നവർ. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നവർ, ദുആ ചെയ്യുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കലിമ ചൊല്ലിയ ശേഷം അവർ മരിക്കുന്നത് വരെ ഇബ്രാഹിം നബിയെ സഹായിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, ഈസാ നബിയെ സഹായിക്കണേ, മറിയം ബീവിയെ കുട്ടിയെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്താ കാരണം? അത് ശിർക്കാണ്. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു അവരൊക്കെ. ഖുർആനിൽ പറയപ്പെട്ട പേരുകളാണിതെല്ലാം, അല്ലേ? 69 തവണ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരുണ്ട്, 2 ഡസൻ സ്ഥലത്ത് ഈസാ നബിൻ്റെ പേരുണ്ട്, അതിനേക്കാൾ കൂടുതൽ മറിയം ബീവിയുടെ പേരുണ്ട്. അവരുടെ മഹത്വമാണ് പറയുന്നത്, ഇല്ലാത്തതല്ല, ഉള്ളതാണ് പറയുന്നത്. എന്നിട്ട് അവരോട് ഇസ്തിഗാസ ചെയ്ത് പരിചയിച്ച മനുഷ്യൻ കലിമ ചൊല്ലുമ്പോൾ അത് നിർത്തുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള വളരെ ലളിതമായ, സുന്ദരമായ, മധുരമനോഹരമായ മാർഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും, എല്ലാ മുസ്ലിങ്ങളോടും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും എല്ലാ ദിവസവും തൗഹീദിൻ്റെ, സുന്നത്തിൻ്റെ മെസ്സേജുകൾ എത്തിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുസ്ലിം സമൂഹത്തിലെ പലരും വിഷമം അനുഭവിക്കുന്നുണ്ട്. മക്കനായും ഫുൾക്കയും ധരിക്കുന്നവർ തെറി കേൾക്കുന്നുണ്ട്. താടി നീട്ടി വളർത്തിയവർ, ഞെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചവർ തീവ്രവാദികളാണ് എന്ന് പറയുന്നുണ്ട്. പലയിടത്തും പൊട്ടലും ചീറ്റലുമുണ്ട്. ഗസയിൽ എത്ര മനുഷ്യരാണ് മരിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവരിൽ അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്തവർക്ക് ഷഹാദത്തിൻ്റെ കൂലിയുണ്ട്. ആ കൂലിയെങ്കിലും നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കാര്യം പറയണം. നമ്മുടെ സമൂഹത്തിൽ ഇതിനെ കുറച്ച് കാണിക്കാൻ പര്യാപ്തമായ ഒരു വാക്കുപോലും ആരും പറയാനിടവരരുത്. അതിൽ ശിർക്കല്ലാത്തൊരു കാര്യമുണ്ട് കേട്ടോ. എന്നെങ്ങാനും പറഞ്ഞാൽ ശിർക്കിൻ്റെ ഗൗരവം കുറയോ കൂടുമോ? കുറയും. തൗഹീദിൻ്റെ മഹത്വം കൂടുമോ കുറയോ? കുറയും. നമുക്ക് കൃത്യമായ കാര്യങ്ങളാണ് പറയേണ്ടത്. അള്ളാഹു അല്ലാത്ത ആരോടുമുള്ള ഇസ്തിഗാസ, ജിന്നായാലും മലക്കായാലും ഒക്കെ ശിർക്കാണ്. ശിർക്കിൻ്റെ ഗൗരവം കുറയുന്ന വിധത്തിലുള്ളൊരു സംസാരം നമുക്കുണ്ടാകാൻ പാടില്ല. ആളുകളെല്ലാവരും കാര്യം മനസ്സിലാക്കണം. ഗൗരവതരമായ, അപകടകരമായ ഒരു വിഷയമാണ് എല്ലാ വഴികളും, ശിർക്കിലേക്കുള്ള വഴികളൊക്കെ തന്നെയും. ആ വഴികളിലൊന്നും പോകാൻ ഇടവരരുത് ആരും. കത്തിത്തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പ്രോജ്വലമായ വിശ്വാസമാകണം, അഭിമാനകരമായ ആദർശമാകണം. എപ്പോഴും അത് പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. അതിനാൽ നമ്മൾ തൗഹീദ് മുറുകെ പിടിച്ച്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ഈ മസ്ജിദിൽ എല്ലാവരെയും ഒന്ന് വിളിക്കണം, എല്ലാ സഹോദരന്മാരെയും. അവർ വന്ന് ഈ മഹത്തായ പുണ്യത്തിൽ പങ്കാളികളായാൽ പിന്നെ മരിക്കുന്നത് വരെ അവരും അവരുടെ കുടുംബാംഗങ്ങളും മക്കളും പേരമക്കളും ഒക്കെ അത് തുടർന്നോളും. ഒരു വാചകം മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദിവസത്തിലെ സംഭാവന ഈ മസ്ജിദിൻ്റെ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. അകമഴിഞ്ഞ് എല്ലാവരും സഹായങ്ങൾ നൽകുക. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. നാവിനെ സൂക്ഷിക്കുവാൻ റബ്ബേ തുണക്കുമാറാകണം. മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കണം. എല്ലാവരോടുമുള്ള ബഹുമാനവും സ്നേഹവും വാത്സല്യവും അല്ലാഹുവേ നിലനിർത്തി തരുമാറാകണം. രോഗികളായി ഈ സദസ്സിലേക്ക് വരാൻ കഴിയാതെ വീടുകളിലും ആശുപത്രികളിലും, ലോകത്തുള്ള എല്ലാ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന സഹോദരന്മാർക്ക് അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ പല സുഹൃത്തുക്കളുടെയും കൂട്ടുകുടുംബാദികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം.
ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ, മാനസിക രോഗമുള്ള ആൾക്കാർ, ലഹരി മരുന്നുകൾക്ക് അടിമകളായ ആൾക്കാർ, അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ ആശ്വാസം അരുളുമാറാകണേ. പാവങ്ങളാണ്, ശക്തി പകരണേ റബ്ബേ. കൂടുതൽ സമ്പത്തും കൂടുതൽ സന്താനങ്ങളെയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാ വൽ മുർസലീൻ.